ഈ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരിൽ RSSകാരുണ്ടോ? ഉണ്ടല്ലോ. ഈ കൽക്കത്ത ഹൈക്കോടതിയിൽ നിന്ന് 37 വർഷത്തെ ജുഡീഷ്യൽ സർവീസിന് ശേഷം വിരമിച്ച ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറയുന്നു, ഞാൻ മുമ്പ് RSSകാരനായിരുന്നു, ഇനി ഞാൻ എൻ്റെ സംഘടന വിളിച്ചാൽ പോവുകയാണ്. ഇങ്ങനെ RSSകാരൊക്കെ ജുഡീഷ്യറിയിൽ കയറിയിരുന്നത് എങ്ങനെ ശരിയാവും? എന്താ കയറാൻ പാടില്ലാത്ത? കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറും, കോൺഗ്രസ്സുകാർക്ക് കയറുമല്ല. പക്ഷെ വർഗീയ പ്രസ്ഥാനമല്ലേ RSS? അതൊക്കെ ഇവർ കുറേ പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ജുഡീഷ്യറിയിൽ എന്താ? ചിത്തരഞ്ജൻ ദാസിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് എടുത്ത് നോക്കുക, അതിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ അറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ജഡ്ജിയാകുന്നൊരു പ്രയാസം ആർക്കുമില്ല. 57 EMS സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ നിയമമന്ത്രിയായിരുന്നു VR കൃഷ്ണയ്യർ ഇല്ലേ? അത് കഴിഞ്ഞിട്ടാണ് അങ്ങേര് ഹൈക്കോടതി പിന്നെ സുപ്രീം കോടതി ജഡ്ജിയാകുന്നത്. പക്ഷെ അവരൊക്കെ മതേതരരായിരുന്നു. മതേതരം അല്ല, VR കൃഷ്ണയ്യർ തന്നെ ഞാൻ എന്നും ഇടതുപക്ഷമായിരുന്നു എന്ന് മാതൃഭൂമി പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നും ഇടതുപക്ഷമായി. ഇടതുപക്ഷക്കാരൊക്കെ മതേതര ജനാധിപത്യ അവരുടെ ക്ലെയിമാണത്. ദേ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ കൺട്രി. മനസ്സിലായി? അവർ ഓഫ് കോഴ്സ് അവരൊരു കബാൽ ഒക്കെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അന്ന് ഈ ജഡ്ജി നിയമനം കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലായിരുന്നു. അത് അതിൻ്റെ മൂർധന്യത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി തന്നെ ഒരു കേസിൽ ഇടപെട്ടിട്ടാണ് ഈ നിയമനം സുപ്രീം കോടതിയുടെ കയ്യിലേക്ക് എടുത്തത്. സർക്കാർ കൊടുത്തതൊന്നുമല്ല, സുപ്രീം കോടതി അങ്ങ് എടുക്കുകയായിരുന്നു. ഇനിമേലിൽ ഞങ്ങൾ തന്നെ നിയമിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട്. അതുവരെ കേന്ദ്ര സർക്കാരാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിമാരെ നിയമിക്കുന്നത്. സകല കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഈ ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധി വരെ അത് പോയി. ഇവരൊക്കെ നിയമിച്ചിട്ടുണ്ട്. എത്രയോ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ജഡ്ജികൾ. അതിലൊരു ഉദാഹരണമാണ് ഞാൻ VR കൃഷ്ണയ്യരുടെ പറഞ്ഞത്. VR കൃഷ്ണയ്യർ റിട്ടയർ ചെയ്തതിന് ശേഷവും ഇടതുപക്ഷക്കാരനായിരുന്നു. ഇദ്ദേഹം ഇടതുപക്ഷക്കാരനെ ആയിരുന്നില്ല എന്ന് ആരോ ആരോപിച്ചപ്പോൾ അതിന് മറുപടിയായിട്ടാണ് മാതൃഭൂമിയിലെ വായനക്കാരുടെ കത്തിൽ ഞാൻ എന്നും ഇടതുപക്ഷമായിരുന്നു, ഒരിക്കൽ പോലും സംഘപരിവാറുമായിട്ട് തൊട്ടു തീണ്ടിയിട്ടില്ല. അപ്പം അതിന് ഞാൻ മറുപടി എഴുതി. ഇത് കൃഷ്ണയ്യർ പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഇദ്ദേഹത്തിൻ്റെ കുടുംബം, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ രാമയ്യർ, മകൻ കൃഷ്ണയ്യർ, ഇവർ രണ്ടുപേരും ഒരു 50 വർഷം മുമ്പ് RSSൽ വന്നിരുന്നു എന്ന് RSSൻ്റെ ഒരു പുസ്തകത്തിലുണ്ട്. ആ പുസ്തകം കൃഷ്ണയ്യർ ഭാവിയിൽ ഇങ്ങനെ എഴുതും എന്ന് വിചാരിച്ച് മുമ്പേ തയ്യാറാക്കിയതൊന്നും അല്ലല്ലോ. S രാമനാഥൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം RSSലെ ഓരോരുത്തരുടെ ചെറിയ ജീവചരിത്രങ്ങൾ, ബുക്ക്ലെറ്റ്സ് ആണ് ഒരുപാടെണ്ണം അദ്ദേഹം തയ്യാറാക്കിയത്. അതിലൊരാളുടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ P മാധവൻ, മാധവ്ജി എന്ന പ്രചാരകൻ്റെ ചെറിയ ജീവചരിത്രത്തിലാണ് വേറൊരു പ്രചാരകനായിരുന്ന S രാമനാഥൻ വളരെ കാഷ്വലായിട്ട്, ഇത് കൃഷ്ണയ്യർക്ക് വിമർശിക്കാൻ വേണ്ടി എഴുതിയതൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പരിചയത്തിൽ ബന്ധത്തിൽ വന്ന കുടുംബങ്ങൾ, ആളുകൾ, അതിൽ പ്രമുഖന്മാരുടെയൊക്കെ പേരുകൾ വന്നതിൽ ഇദ്ദേഹം രാമയ്യർ, അദ്ദേഹത്തിൻ്റെ മകൻ കൃഷ്ണയ്യർ ശാഖയിൽ വരുമായിരുന്നു കുറച്ചു കാലം. പിന്നെ അദ്ദേഹം മറ്റ് പല രീതിയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. കൃഷ്ണയ്യർ ടാർഗറ്റ് ചെയ്ത് എഴുതുന്നൊന്നുമല്ല. അപ്പോൾ ഇത് കാണിച്ചിട്ട് ഞാൻ മാതൃഭൂമിക്ക് കത്തയച്ചു. അത് ആ കത്ത് വന്നില്ല. അപ്പോൾ ഞാൻ മാതൃഭൂമിയിൽ ചോദിച്ചു, എന്താ ഇത് വരാൻ? അല്ല, അത് കൃഷ്ണയ്യർ പറഞ്ഞിട്ടുണ്ട്, ആ കോൺട്രവേഴ്സി അവിടെ വെച്ച് അവസാനിപ്പിക്കണം, ഇനി ഒരു കത്തോ സംഗതിയോ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ശരി. കാരണം കൃഷ്ണയ്യർക്ക് മാത്രമല്ലേ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൂ, എനിക്കുമില്ല, മാതൃഭൂമിക്കുമില്ല. കൃഷ്ണയ്യർ അനുവദിക്കുന്ന മാധ്യമ സ്വാതന്ത്ര്യം മാത്രമേ മാതൃഭൂമിക്കുള്ളൂ. കൃഷ്ണയ്യർ എന്നാൽ ഭൂലോക മനുഷ്യാവകാശ പ്രവർത്തകനുമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല, ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ വരാൻ കാരണം കൃഷ്ണയ്യരാണ്. അതെ, ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി അലഹാബാദ് ഹൈക്കോടതി. ഇന്ദിരാഗാന്ധി അത് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ വന്നു. കൃഷ്ണയ്യർ അതിന് സ്റ്റേ കൊടുത്തു എന്ന് മാത്രമല്ല, കൃഷ്ണയ്യർ പറഞ്ഞു ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായിട്ട് തുടരാം, വോട്ട് ചെയ്യരുത് എന്ന് മാത്രം. അവർ വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പ്രധാനമന്ത്രിക്ക്, കോൺഗ്രസ്സിന് ഭൂരിപക്ഷമുണ്ടല്ലോ, പിന്നെ അവരുടെ ഒരു വോട്ട് എന്തിനാ? അവർ വിത്തിൻ 24 hours അവർ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു. കൃഷ്ണയ്യർ ഈ ജഡ്ജ്മെൻറ്റ് അന്ന് ഫോട്ടോ കോപ്പി ഇല്ല, സൈക്ലോ സ്റ്റൈലാണ്,
500 കോപ്പി കൃഷ്ണയ്യർ തന്നെ സുപ്രീം കോടതിയിൽ സൈക്ലോസ്റ്റൈൽ ചെയ്യിച്ചിട്ട് എല്ലാ പത്രം ഓഫീസിലും കൊണ്ടുപോയി കൊടുപ്പിച്ചു കൃഷ്ണയ്യർ. ഈ ജനാധിപത്യ മതേതര ഡിങ് ഡോങ്. ഇതൊക്കെ ഈ പല രീതിയിൽ കാപട്യം നിറഞ്ഞ ആളുകളാണ്. അപ്പോൾ ജഡ്ജിമാർക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ രാഷ്ട്രീയമുള്ള ജഡ്ജിമാരാണ് ഏറ്റവും കൂടുതൽ. കേരള ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജി, അതിൽ മാന്യന്മാരായിട്ട് ഞാൻ കാണുന്നത് RSS ജഡ്ജിമാരെയാണ്. ഒരു ഫേവറും ജഡ്ജിമാരുണ്ടോ RSS ജഡ്ജിമാർ? RSSകാരായിരുന്ന ജഡ്ജിമാർ ഇപ്പോൾ സിറ്റിംഗ് ജഡ്ജിമാരെല്ലാം ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, റിട്ടയർ ചെയ്തവരിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കേസുകൾ ഒരു കാരണവശാലും ഇവരുടെ ബെഞ്ചിൽ പോകാതെ ശ്രദ്ധിക്കും. അങ്ങനെയും ഫയൽ ചെയ്യുള്ളൂ. ഇവരിയ്ക്കുന്ന ബെഞ്ച് ഏതാണെന്ന് നോക്കിയിട്ട് ഇവർ മാറട്ടെ എന്നിട്ട് ഹർജി ഫയൽ ചെയ്യാമെന്ന്. കാരണം ഇവർ കാട്ടുകിട വ്യത്യാസം ചെയ്യില്ല. ഞാൻ കൂടുതലും ഈ ഹിന്ദു കോസാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഹിന്ദു കോസിൽ പലപ്പോഴും ഇമോഷണൽ പോയിൻറ്റ്സ് ഉണ്ടാവും. ഇമോഷണൽ പോയിൻറ്റ്സ് ഒരു ഹർജിയിൽ വരാൻ പാടില്ല. ഇമോഷണൽ പോയിൻറ്റ്സ്, പൊളിറ്റിക്കൽ പോയിൻറ്റ്സ് ഇതൊന്നും വരാൻ പാടില്ല. ബട്ട് ഞാൻ മനഃപൂർവ്വം 1-2 ഇമോഷണൽ പോയിൻറ്റ്സ് ചേർക്കും ടു അപ്പീൽ ടു ദ ഇമോഷൻസ് ഓഫ് ദ ജഡ്ജ്. ഇമോഷണൽ പോയിൻറ്റ്സ് വരാൻ പാടില്ല എന്ന് നിയമമൊന്നുമില്ല. ശരിയായ ഹർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗൽ പോയിൻറ്റ്സേ വരാവുള്ളൂ. നോ ഇമോഷണൽ പോയിൻറ്റ്സ്, നോ പൊളിറ്റിക്കൽ പോയിൻറ്റ്സ്. പൊളിറ്റിക്കൽ പോയിൻറ്റ്സ് ഞാൻ ചേർക്കാറില്ല, ബട്ട് ഇമോഷണൽ പോയിൻറ്റ്സ് ചേർക്കും. ചിലപ്പോൾ ജഡ്ജിക്കൊരു മനസ്സലിവ് തോന്നിയിട്ട് എന്തൊക്കെ പറഞ്ഞാൽ ഇമോഷണൽ പോയിൻ്റാണ്, ബട്ട് ദർ ഇസ് എ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദറ്റ് ഇമോഷൻ എന്നൊക്കെ തോന്നും. ഇതൊന്നും ഈ RSS ജഡ്ജിമാരുടെ അടുത്ത് ചിലവാകില്ല. കണ്ണിൽ ചോരയില്ലാതെ കണ്ണ് കെട്ടി നിയമം നടപ്പിലാക്കും. ഇതറിയാവുന്നതുകൊണ്ട് ഇവർ ബെഞ്ചിലിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഹർജി മൂവ് ചെയ്യില്ല. ബെഞ്ച് മാറുമല്ല, റൊട്ടേഷൻ വരുമല്ലോ വെക്കേഷൻ കഴിയും. അപ്പോൾ ജോസഫ് അലക്സ് വന്നു, പ്രശ്നമില്ല, എൻ്റെ ഹർജി മൂവ് ചെയ്യില്ല. ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറയുന്നുണ്ട്, ഈ കാലയളവിൽ ഞാൻ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ കമ്മ്യൂണിസ്റ്റെന്നോ അല്ലാത്തവനെന്നോ നോക്കിയിട്ടില്ല. എനിക്കതുകൊണ്ട് അഭിമാനത്തോടെ പറയാൻ പറ്റും, ഞാൻ എൻ്റെ സംഘടന ഒരു മഹത്തായ സംഘടനയാണ്. അതിൽ മോശം ആളുകൾ ഉണ്ടാവാൻ പാടില്ല. യു ടേക്ക് ദ എക്സാമ്പിൾ, ഇപ്പോൾ റിട്ടയർ ചെയ്തുകൊണ്ട് ഞാൻ പറയാം. ജസ്റ്റിസ് UU ലളിത് സുപ്രീം കോടതിയിൽ, UU ലളിത് ചീഫ് ജസ്റ്റിസ് വരെയായി. നോ വൺ ഹാസ് any chance to criticize that man. Everyone knew that he is RSS. His father was, അദ്ദേഹത്തിൻ്റെ RSSൽ ഭാരവാഹിത്വം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛന്. UU ലളിത് ഡയറക്റ്റ് RSSൽ പോയിട്ടൊന്നുമില്ല, ബട്ട് ആ അച്ഛൻ്റെ മകനാണ്, യു ക്യാൻ ഇമാജിൻ. ബട്ട് ഇന്ന് വരെ ആർക്കും UU ലളിതിന് ഒരു കുറ്റവും പറയേണ്ടി വന്നിട്ടില്ല. ഈവൻ നമ്മളുടെ സൗമ്യ ഗോവിന്ദച്ചാമി കേസുണ്ടല്ലോ, അതിൽ ഗോവിന്ദച്ചാമിയെ തൂക്കുകയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതെന്ന് വെച്ചാൽ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. അത് ചെയ്തപ്പോൾ പോലും UU ലളിതിനെ ആരും കുറ്റം പറഞ്ഞില്ല, അപ്രീഷിയേറ്റ് ചെയ്തു ഹിസ് ലീഗൽ ബ്രെയിൻ. അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞിട്ട് അദ്ദേഹം കൊളീജിയൻ സിസ്റ്റത്തെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പൊതുവേ റൈറ്റ് വിങ്ങുകാരെല്ലാം കൊളീജിയൻ സിസ്റ്റത്തിന് എതിരാണ്, ബട്ട് UU ലളിത് അനുകൂലമാണ്. ഹി ടേക്സ് എ ഡിഫറൻറ്റ് സ്റ്റാൻഡ്. ഈ വ്യക്തിത്വം, സ്വന്തമായ ഒരു വ്യക്തിത്വം ഉണ്ടാക്കുകയും അതിനെ അംഗീകരിക്കുകയും വിയോജിക്കുമ്പോൾ പോലും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഇവർക്കെല്ലാം കിട്ടിയിരിക്കുന്നത് എനിക്കടക്കം RSSൽ നിന്നാണ്. ഇഫ് നീഡ് ബി, ഒരാവശ്യം വന്നാൽ എനിക്ക് ഈ സീറ്റിലിരുന്ന് RSS ചെയ്തത് ശരിയല്ല എന്ന് പറയാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും എന്നെ RSSൽ നിന്ന് പുറത്താക്കില്ല. ഇവിടെ നിന്ന് നേരെ ഇറങ്ങി ഞാൻ RSS കാര്യാലയത്തിൽ പോയി ഭക്ഷണം കഴിക്കും. ഒരു മനുഷ്യൻ ചേട്ടൻ്റെ TV ഷോയൊക്കെ ഞാൻ കണ്ടു കേട്ടോ, ഗംഭീരമായിട്ടുണ്ട്, എനിക്ക് എന്നും ദിസ് ഈസ് RSS. ഇത്ര ലിബറലാണ്. നിയമം തലനാരിഴ കീറി കൃത്യമായിട്ട് ചെയ്യും. RSSകാരനെ ജഡ്ജിയായി കഴിയും. ഒരു ഫേവറേറ്റിസം, ഒരു ജാമ്യം പോലും കിട്ടില്ല. അല്ല, ഈ RSS എപ്പോഴും ഉണ്ടല്ലോ ജഡ്ജിമാർക്ക് ഭയങ്കര ഡിസ്ക്രിപ്ഷനുള്ളൊരു ഏരിയ ജാമ്യമാണ്. എത്രയോ RSS മാർക്സിസ്റ്റ് കുന്തം കുറുകൂടി സംഗതികളൊക്കെ നടക്കുന്നു. അതും ഇതുപോലെയാണ്. ജാമ്യം ഇങ്ങനെ തന്നില്ലെങ്കിൽ പ്രശ്നമാകും. അതുകൊണ്ട് മറ്റേ ജഡ്ജി വരട്ടെ, അടുത്ത ആഴ്ച ഒരാഴ്ച ജയിലിൽ കിടക്കണമല്ലോ, അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ തന്നെ പറ്റില്ല. ഒന്നാമത് നിൻ്റെ ഭാഗത്ത് ന്യായമില്ല, നീ ഫോട്ടോയും ഉണ്ട്, എല്ലാം ഉണ്ട്.
ഇങ്ങനെ പറഞ്ഞ് വക്കീലന്മാർ നിരുത്സാഹപ്പെടുന്നു. സോ അവർ നിയമത്തിൽ കടുകിട വ്യത്യാസം ചെയ്യില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ ജസ്റ്റിസ് ദാസ്, ചിത്തരഞ്ജൻ ദാസ്, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ്സ് ഞാനെടുത്ത് നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് RSSകാരനാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഉറപ്പാണ് അദ്ദേഹം തന്നെ പറയുന്നു, ഒരു ജഡ്ജ്മെൻറ്റിലും ഒരു പാർഷ്യാലിറ്റിയും ഒരു നിയമവിരുദ്ധതയും നിങ്ങൾക്ക് കാണാൻ സാധ്യത. അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ വിധിന്യായങ്ങൾ പരിശോധിക്കുക, ഞാൻ ഇവിടെ എൻ്റെ ജോലി ചെയ്തു. പക്ഷേ എൻ്റെ ഒരു സംശയം, ഇപ്പോൾ RSS എന്ന് പറഞ്ഞാൽ എന്തോ വലിയ കുഴപ്പമാണ് എന്ന് ഭയങ്കരമായി ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്ന കാലത്ത് ഒരു ജഡ്ജി പറയുകയാണ്, ഞാൻ RSSകാരനായിരുന്നു, ഇനിയും ആയിരിക്കും എന്ന് അദ്ദേഹത്തിൻ്റെ ഫുൾ കോർട്ട് റെഫറൻസിൽ പറയുന്നു. ഈ ആ നരേറ്റീവ് പരാജയപ്പെടുന്നതിൻ്റെ വെപ്രാളം കേരളത്തിൽ പോലും കാണാം. മറ്റ് പല സ്ഥലത്തും അത് പരാജയപ്പെട്ടു. RSSൽ നിന്ന് ബദൽ നരേറ്റീവ് ഒന്നും കൊണ്ടു നടക്കാറില്ല. ഈ നരേറ്റീവ് കൊണ്ടു നടക്കുന്ന ആൾക്കാർ വിഷമിച്ച് അത് താഴെ വയ്ക്കുകയാണ് പതിവ്. ഇപ്പോൾ എന്നെ സ്ഥിരം ചാണകസംഖി എന്ന് വിളിക്കുമായിരുന്നു. ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, സംഘി ഒരു ചീത്ത വാക്കല്ല, സംഘത്തിൽപ്പെട്ടവനെ ഹിന്ദിയിൽ സംഘി എന്ന് വിളിക്കും, മലയാളത്തിലും ഇരുന്നുകൊണ്ട് ദോഷമില്ല. സംഘം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ്, അല്ലാതെ മറ്റേ സഹകരണ സംഘത്തെ അല്ല. സംഘം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ സംഘി ഉണ്ടായത്. ആകെ ഇവർ കാണിച്ച ഒരു തെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഘത്തിൻ്റെ ഘ വേണം ഉപയോഗിക്കാൻ. അതിപ്പോൾ മലയാള ഭാഷയും അക്ഷരങ്ങളും സമ്പൂർണ്ണമായിട്ട് മലയാളികൾക്ക് നഷ്ടപ്പെട്ടു, RSSകാർക്ക് നഷ്ടപ്പെട്ടു, സകല ആ ഏജ് ഗ്രൂപ്പിന് നഷ്ടപ്പെട്ടു. RSSകാർ ഇത് സ്കൂളിലല്ലേ പഠിക്കുന്നത്, സ്കൂളിൽ അക്ഷരം പഠിപ്പിക്കുന്നില്ല. ഇപ്പോഴാണ് ഇത് കഴിഞ്ഞ മാസമാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ വാർത്ത വന്നു, 1ാം ക്ലാസ്സിൽ അക്ഷരമാല പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇതുവരെ എന്താ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇവർ? അക്ഷരമാല പഠിപ്പിക്കും, വെറുതെ അല്ല പിള്ളേർക്ക് അക്ഷരം ഇടങ്ങാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആകെ നിങ്ങൾ ഈ ഒരു തിരുത്ത് വരുത്തണം, ആ മേഘത്തിൻ്റെ ഗാ വേണം എഴുതാൻ. ചാണകം ഒരു ചീത്ത സാധനമല്ല, എനിക്ക് ഒരറിഞ്ഞയും ചാണകത്തോടില്ല. ഞാൻ ചാണകം മെഴുകിയ തറയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ചാണകം മെഴുകി ഉണങ്ങിക്കഴിയുമ്പോഴുണ്ടല്ലോ അത് ബിസ്ക്കറ്റ് പോലെ നമുക്ക് ഇളക്കിയെടുക്കാം. ആ കഷ്ണം ഞാൻ തിന്നിട്ടുണ്ട്, വലിയ ദുസ്വാദമൊന്നും അതിനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാണകം തിന്നു, തലച്ചോറിൽ ചാണകമാണ്, ചാണകസംഖ്യയാണ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. എനിക്ക് ഒരു കൗണ്ടർ നരേറ്റീവ് ബിൽഡ് ചെയ്യാനുമില്ല, അത് ആ അധ്വാനത്തിന് ഞാൻ പോകാറില്ല. കാരണം ഈ നരേറ്റീവ് തന്നെത്താൻ പൊളിഞ്ഞോലും കള്ളം എത്ര കാലം ആവർത്തിക്കും. ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നതും പിന്നെ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കഥയാണ് ഗീബൽസിൻ്റെ. നുണ 1000 തവണ ആവർത്തിച്ചാൽ സത്യമാകുമെന്ന്. എൻ്റെ സുനിലെ, ഗീബൽസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനെ അന്വേഷിക്കാൻ എങ്ങും ബാക്കിയില്ല. ഗീബൽസ് അങ്ങനെ പറഞ്ഞിട്ട്, ഗീബൽസ് പറഞ്ഞു എന്നും മറ്റു പലരും പറയുന്നതല്ല, അത് ഗീബൽസ് പറയുന്നില്ല. ഗീബൽസിൻ്റെ കാലത്തൊക്കെ അച്ചടിയും സംഗതിയൊക്കെ നാസികളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല, പക്ഷേ ഗീബൽസ് അങ്ങനെ ചെയ്തു. ഗീബൽസ് വാസ് ദ പ്രൊപ്പഗാൻഡ മിനിസ്റ്റർ ഓഫ് ഹിറ്റ്ലർ. ഞാൻ ആവുന്നത്ര റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഇതുമായിട്ട് സാമ്യമുള്ള ഒരു ഡയലോഗ് അതിനകത്ത് വരുന്നത് ഹിറ്റ്ലർ ഗീബൽസിനോട് പറയുന്നു, എടാ പറയുമ്പോൾ വലിയ നുണ പറയണം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ യുവർ എനിമി ടു ഡിസ്ക്രെഡിറ്റ് ഇറ്റ്. നമ്മൾ വലിയൊരു നുണ പറഞ്ഞു എന്ന് വെച്ചോ, ഒരുപാട് കാര്യങ്ങൾ കൂട്ടി യോജിപ്പിച്ചു, അപ്പോൾ ഇത് ഡിസ്ക്രെഡിറ്റ് കളയാനായിട്ട് ദിവസങ്ങളോളം എടുക്കും, അതുവരെ ഇത് പരന്നുകൊണ്ടിരിക്കും. ഈ അർത്ഥത്തിലാണ് വെൻ യു ലൈ ബിഗ്, ഇതാണ് ഹിറ്റ്ലർ പറയുന്നത്. ഗീബൽസ് ഒന്നും മിണ്ടുന്നുമില്ല. ഗീബൽസ് ശരി ഞാൻ പറഞ്ഞോളാം, ഞാൻ ആവർത്തിച്ചു ഒന്നും പറയുന്നില്ല. ഗീബൽസ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മോഹൻദാസ് ഹിറ്റ്ലറെ അനുകൂലിക്കുന്നു. എനിക്ക് ഹിറ്റ്ലറെ അനുകൂലിക്കുന്നതിൽ ഒരു കുറ്റബോധവും തോന്നാറില്ല. മനസ്സിലായോ? ഹിറ്റ്ലർ ഭാരതത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. എന്ത് ദ്രോഹം ചെയ്തെന്നാണ്? സ്റ്റാലിനാണ് ഭാരതത്തിന് ദ്രോഹം ചെയ്തത്. സ്റ്റാലിനെ ഇവിടെ മഹത്വവൽക്കരിക്കുന്നത് ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നു, ശരി കൊന്നു, കൊല്ലാൻ പാടില്ലായിരുന്നു. എന്നെ ഒന്നും ചെയ്തില്ലല്ലോ, എന്നെ ദ്രോഹിച്ചില്ലല്ലോ. മാനവികത അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഹിറ്റ്ലറെ പുകഴ്ത്തണം. ഞാൻ പറയട്ടെ, ഹിറ്റ്ലറെ സുഭാഷ് ചന്ദ്രബോസ് പോയി കണ്ടു. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെ സഹായിക്കണം. ഇവിടെ ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുമായിട്ടാണല്ലോ ഹിറ്റ്ലറുടെ യുദ്ധം. അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, ഫോർമുലയൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ എനിക്ക് നിന്ന് തിരിയാൻ നേരമില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ജപ്പാനിൽ കടക്കാനുള്ള
ഒരു കപ്പലോ അന്തർവാഹിനിയോ ബോട്ടോ എന്തെങ്കിലും സംഘടിപ്പിച്ച് തരാൻ പോയി ടോജോയെ കാണും, ടോജോ നിങ്ങളെ സഹായിക്കും. ഇത്രയും ഹിറ്റ്ലർ ചെയ്തു. ജർമ്മനിയിൽ നിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വേറൊരു ഐലൻഡിലേക്ക് വിട്ട് അവിടെ നിന്ന് ഏതോ അന്തർവാഹിനി പിടിച്ച് ജപ്പാനിൽ പോയി ടോജോയെ കണ്ടു. അപ്പോഴത്തേക്ക് ഹിറ്റ്ലറുടെ മെസ്സേജ് ഉണ്ടായിരുന്നു. ടോജോ ആയിട്ട് സംസാരിച്ച് ജാപ്പനീസ് ആർമി നമ്മളെ സഹായിച്ചു. വാസ്തവത്തിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, അവിടെയാണ് ആദ്യത്തെ സ്വാതന്ത്ര്യ പതാക ഉയരുന്നത് ഭാരതത്തിൻ്റെ. ഓഗസ്റ്റ് 15 അല്ല, ആൻഡമാൻ നിക്കോബാർ നമ്മുടെ രാജ്യം തന്നെയാണല്ലോ. അവിടെ ബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമിയാണ് ആദ്യം സ്വാതന്ത്ര്യ പതാക ഉയർത്തുന്നത്. അത് ജാപ്പനീസ് ആർമിയുടെ സഹായത്തോടെയാണ്. എന്നിട്ട് ബോസിൻ്റെ ഇന്ത്യൻ നാഷണൽ ആർമി ഇംഫാൽ വരെ എത്തി. ഇപ്പോഴത്തെ മണിപ്പൂരിലെ ഇംഫാൽ വരെ ആക്രമിച്ചെത്തി. ഭയന്നു പോയി ബ്രിട്ടീഷുകാർ. കാരണം ഗാന്ധിയുടെ നിരാഹാരമൊന്നുമല്ല, സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആക്രമണമാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ. ബട്ട് ദെൻ ബൈ ദ ടൈം ഈ ആറ്റം ബോംബ് ജപ്പാനിൽ വീഴുകയും ജപ്പാൻ തകർന്നു പോയി. ആകെ കൂടെ ഇവർ ആക്സിസ് ഫോഴ്സ് മുഴുവൻ തകർന്നു പോവുകയും ഹിറ്റ്ലർ എല്ലാം ഛിന്ന ഭിന്നമായി. അങ്ങനെയാണ് നേതാജിയുടെ അറ്റംപ്റ്റ് പരാജയപ്പെടുത്തുക. അങ്ങനെ നോക്കുമ്പോൾ ചെറിയൊരു സഹായം ചെയ്തവനാണ് ഹിറ്റ്ലർ. പിന്നെ ജൂതന്മാരെ കൊന്നു, ശരി, ഈ ജയിച്ചവനാണല്ലോ ചരിത്രം എഴുതുന്നത്, തോറ്റവന് ചരിത്രമില്ല. ഹിറ്റ്ലർ തോറ്റുപോയവനാണ്. ഇപ്പോഴും പക്ഷേ ഹിറ്റ്ലറിൻ്റെ മെയിൻ കാഫ് ഇന്ത്യയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സാണ്, ഓർക്കണം. അപ്പോൾ നിങ്ങൾ ഈ വെറുതെ ഹിറ്റ്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളൊരു ഭീകര രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ പേടിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ വസ്തുനിഷ്ഠമായിട്ടാണ് നോക്കുന്നത്. സ്റ്റാലിൻ ചെയ്തത്രയും ദ്രോഹം ഭാരതത്തോട് ഹിറ്റ്ലർ ചെയ്തിട്ടില്ല. മാർക്സ് പോലും അത്രയും ദ്രോഹം ചെയ്തിട്ടില്ല സ്റ്റാലിൻ ചെയ്തത്രയും. കാരണം ഇവരൊക്കെ തുടങ്ങിയത് എവിടെയാണ്? ലെനിനിസം, സ്റ്റാലിനിസം ആണ് തുടക്കമല്ല, അത് കമ്മ്യൂണിസം അല്ല. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ തുടങ്ങുന്നത് മാർക്സ് ജർമ്മൻ ഭാഷയിലല്ല എഴുതിയിരിക്കുന്നത്, അത് മലയാളത്തിൽ എപ്പോഴാണ് കിട്ടുന്നത്. അത് ചോദിച്ചതിനാണ് MGS നാരായണനും EMS തമ്മിൽ തെറ്റുന്നത്. EMSൻ്റെ സ്റ്റഡി ക്ലാസ് മദ്രാസിൽ കമ്മ്യൂണിസത്തെ പറ്റി, MGS നാരായണനും അതിലുണ്ട്. MGS നാരായണൻ ഇത് ചോദിച്ചു, ഈ പറയുന്നതൊക്കെ ലെനിനിസം സ്റ്റാലിനിസം അല്ലേ? മാർക്സിസം അല്ല. മാർക്സിൻ്റെ ബുക്കുകൾ ഇംഗ്ലീഷിൽ അവൈലബിൾ അല്ല ആ കാലത്ത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയുന്നു. EMS MGSനെ പുറത്താക്കി പിറ്റേ ദിവസം ഒരു ക്ലാസ്സിൽ കയറ്റിയില്ല ആ കുട്ടിയെ. അന്നാണ് ഉടക്ക് തുടങ്ങുന്നത്. ആ ചൊരുക്കിനാണ് EMS ഈ ചരിത്രം എല്ലാം സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ വസ്തു ഭാര്യയുടെ പേരിലാക്കുകയും എന്നിട്ട് പാർട്ടിക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് സ്വയം ദേശാഭിമാനിയിൽ ലേഖനം എഴുതുകയും കള്ളപ്പേരിൽ ഒക്കെ എഴുതുകയും ചെയ്ത കാര്യം മുഴുവൻ MGS വലിച്ച് പുറത്തിട്ടു. അതോടെ MGS അൺടച്ചബിളായി. പിന്നെ ഹിസ് ഓൺ സ്റ്റേച്ചർ. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ ലെനിനും സ്റ്റാലിനും ആണ് ഇന്ത്യയെ ദ്രോഹിച്ച്. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെയൊക്കെ മുൻഗാമി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെനിനും സ്റ്റാലിനുമാണ്, മാർക്സ് പോലും അല്ല. അപ്പോൾ സ്റ്റാലിൻ ദിവ്യനും ഹിറ്റ്ലർ കൊള്ളില്ലാത്തവനാകുന്നത് എങ്ങനെയാണ്? മാർക്സിസത്തിൻ്റെ ബാലപാഠം ഇതൊക്കെ ഇവർ പിൻവലിച്ചോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ചെറിയ ബുക്ക് ഇറങ്ങിയിരുന്നു, പല വോളിയംസായിട്ട്. EMSൻ്റെയാണ് മാർക്സിസത്തിൻ്റെ ബാലപാഠം. ഞാനും വിചാരിച്ചു ബാലപാഠം പഠിച്ചു കളയാം എന്ന് പറഞ്ഞ് മേടിച്ചു. ഫസ്റ്റ് ബാലപാഠം ഉണ്ടല്ലോ, ലെനിൻ, സ്റ്റാലിൻ, ദിമിത്രോവ്, പാർട്ടി. മാർക്സില്ല. ബാലപാഠത്തിൻ്റെ ആദ്യത്തെ വോളിയത്തിൽ മാർക്സില്ല. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് അവൈലബിൾ പ്രോബബ്ലി, ഐ ഡോണ്ട് നോ. ആ സമയത്തേക്ക് മൂലധനമൊക്കെ വന്നു എന്ന് തോന്നുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മൂലധനമൊക്കെ അതിന് മുമ്പ് തന്നെ മലയാളത്തിലൊക്കെ വന്നു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ ഈ ബാലപാഠം പഠിപ്പിക്കുമ്പോൾ മാർക്സ് അതിനകത്തില്ല, ഏംഗൽസ് ഇല്ല, ഇപ്പോഴും ഇല്ല. ലെനിൻ, സ്റ്റാലിൻ, ദിമിത്രോവ്, പാർട്ടി ഇപ്പോഴും ഇല്ല. ഇപ്പോൾ പിന്നെ ഈ പുസ്തകങ്ങൾ പോലും കിട്ടാൻ പോകും. അല്ല, അവരുടെ പേരിൻ്റെ വാലായിട്ടുള്ള M എന്ന് പറഞ്ഞാൽ വേറെ മീനിങ്. അപ്പോൾ അതിലേക്കൊന്നും നമുക്ക് കിടക്കണം. ഞാൻ പറയുന്നത് ഈ വക ഒരു ഇസത്തിനും അടിമയാകാതെ ഭാരതത്തിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് ആ ദൃഷ്ടിയിൽ ജഡ്ജ്മെൻ്റ് എഴുതുന്നവരാണ് RSSൽ പെട്ട ജഡ്ജിമാർ. അതിൽ ഒരു തെറ്റുമില്ല. എനിക്കൊരു സംശയം. സാധാരണ ഇങ്ങനെയുള്ള പല രാഷ്ട്രീയ വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളുകളുണ്ടാവാം. പക്ഷേ എന്തുകൊണ്ടായിരിക്കും വിരമിക്കുന്ന ചടങ്ങിൽ ഫുൾ കോൾ റെഫറൻസിൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ RSSകാരനായിരുന്നു, ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുന്ന ഒരു ആർജവം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ തോന്നുന്നു? അല്ല, അതൊരു റിയാക്റ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ പരക്കെ RSSകാർ കൊള്ളരാത്തവരാണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ RSSകാരനാണ്, ഞാൻ കൊള്ളാവുന്നവനാണ്, യു റീഡ് മൈ ജഡ്ജ്മെൻറ്റ്സ്. ഇത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞതായിരിക്കും. ഏതായാലും ഒരു വലിയ വാർത്തയാണ്.
ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞത്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് സിറ്റിംഗ് യാത്രയപ്പ് സമ്മേളനത്തിലാണ് പറഞ്ഞത്. സമ്മേളനത്തിലാണ് പറഞ്ഞത്. ജസ്റ്റിസ് കെ ടി തോമസ് യാത്രയപ്പ് സമ്മേളനത്തിൽ പറഞ്ഞില്ല, പക്ഷേ അതിനുശേഷം പല കൂടി പറഞ്ഞു അദ്ദേഹം. കെ ടി തോമസ് എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എ ആർ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ജില്ലാ ജഡ്ജി ഉണ്ടായിരുന്നു. ഹി വാസ് സീനിയർ ടു ജസ്റ്റിസ് കെ ടി തോമസ്. എ ആർ ശ്രീനിവാസൻ RSS ആയിരുന്നു, ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോൾ തന്നെ. കെ ടി തോമസ് പറഞ്ഞു, ഈ ശ്രീനിവാസൻ ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം ഒരു സംഘടനയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഘടനയും നല്ലതായിരിക്കും. അങ്ങനെ പ്രിസ്യൂം ചെയ്തിട്ടാണ് ജസ്റ്റിസ് കെ ടി തോമസ് കൂടുതൽ RSSനെ പറ്റി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് തോമസ് ഈ സ്പീക്കിംഗ് ഇൻ എ വേ ഇൻ വിച്ച് ഹി സ്പീക്സ് നൗ. ഇപ്പോഴും ഉണ്ടല്ലോ, അതെ, എനിബഡി ക്യാൻ കൺസൾട്ട് ഹിം ബട്ട് നോബഡി വിൽ കൺസൾട്ട് ഹിം. പേടിയാണ് എല്ലാവർക്കും ജസ്റ്റിസ് കെ ടി തോമസിനെ, സത്യസന്ധനായതുകൊണ്ട്. ഏതായാലും കെ ടി തോമസ് പറഞ്ഞതിന് സമാനമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മുടെ ഇപ്പോൾ റിട്ടയർ ചെയ്ത കൽക്കട്ട ഹൈക്കോടതിയിലെ ജഡ്ജി ചിത്തരഞ്ജൻ ദാസും പറഞ്ഞിരിക്കുന്നത്. ഇവർ മാത്രമല്ലെന്നേ, ഇപ്പോൾ ഈ ഫീൽഡിലല്ലാത്തവർ, ജുഡീഷ്യൽ ഫീൽഡിലല്ലാത്തവർ RSSനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അമുൽ കുര്യൻ ഉണ്ടല്ലോ, വർഗീസ് കുര്യൻ, അമുലിൻ്റെ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്. ആത്മകഥയല്ല, അദ്ദേഹം പറഞ്ഞു കൊടുത്ത് എഴുതിച്ചതാണ്. ഐ ടു ഹാഡ് എ ഡ്രീം. DC ബുക്സിലുണ്ട്. അത് മലയാളത്തിലാക്കി DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എനിക്കും ഒരു സ്വപ്നമുണ്ടായിരുന്നു. അതിൽ അമുൽ കുര്യൻ ഒരു 3-4 പേജുകൾ RSSന് ഗോൾവൽക്കർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. യു ജസ്റ്റ് റീഡ് ദാറ്റ് ഒപ്പീനിയൻ. ഇദ്ദേഹത്തിന് ഗോൾവൽക്കറുടെ പേഴ്സണൽ പരിചയമുണ്ടായിരുന്നു കുര്യന്. കുര്യൻ RSSും അല്ല, ഒന്നുമല്ല, ആ ഫീൽഡിലേ ആയിരുന്നില്ല. കുര്യൻ പാലിന് ശേഷം ഈ കപ്പലണ്ടി എണ്ണ ഇറക്കാൻ തീരുമാനിച്ചു. കാരണം അവർ വലിയ പ്രശ്നത്തിലാണ്. കപ്പലണ്ടി ഒരുപാട് അവർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഇതിന് വില കുറയും. നമ്മുടെ വെളിച്ചെണ്ണ വില പോലെയാണ് അവർക്ക് നിലക്കടല എണ്ണയുടെ വില. ഒരുപാട് തേങ്ങ ഉണ്ടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെ വില ഇടിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അവസാനം കുര്യൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, സാർ നമ്മൾ പാല് മാത്രം പോലെ ഇതും കൂടെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം, ഇവരെ കൂടെ കരകയറ്റണം. അങ്ങനെ തുടങ്ങി. വെളിച്ചെണ്ണ എണ്ണ ഡീലേഴ്സ് എന്ത് ചെയ്തു? നിങ്ങളുടെ എണ്ണ ഞങ്ങൾ എടുക്കില്ല, കാരണം നിങ്ങൾ കൂടുതൽ വില കൊടുക്കുന്ന കർഷകർക്ക് അവർ തരുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പൊളിറ്റിക്സ് ഉണ്ട്. ധാര എന്നാണ് ആ എണ്ണയുടെ പേര്. കുര്യൻ ഉണ്ടാക്കിയ ടെട്രാ പാക്കിലാണ്. നമ്മളുടെ മാംഗോ ജ്യൂസൊക്കെ വരുന്ന മാതിരി ടെട്രാ പാക്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ മാർഗമില്ല. കുര്യൻ നേരെ വിളിച്ചത് ബാൽ താക്കറെയാണ്, മഹാരാഷ്ട്രയിൽ. ബാൽ താക്കറയോട് പറഞ്ഞു, ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? നിങ്ങളുടെ ശിവസേനയുടെ ഓഫീസുകൾ വഴി ഈ ധാര മാർക്കറ്റ് ചെയ്യാമോ? താക്കറെ പറഞ്ഞു, യെസ്, ഐ വിൽ ഡു ദാറ്റ്. ലോറികളെ അയച്ചു. ഗുജറാത്തിൽ നിന്ന് ധാര എണ്ണ വന്നു. മഹാരാഷ്ട്രയിൽ വില കുറഞ്ഞതാണ്, പ്യുവറാണ്, അമുലിൻ്റെ പ്രോഡക്റ്റാണ്, കുര്യൻ്റെ ആണ്. അപ്പോൾ ശിവസേനക്കാർ അന്തം വിട്ടുപോയി. അല്ല മുതലാളി, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓഫീസിൽ എണ്ണ കച്ചവടം നടത്തുന്നത് എങ്ങനെയാണ്? അപ്പം താക്കറെ പറഞ്ഞു, പറയുന്നതനുസരിക്കടാ, എന്താ എണ്ണ കച്ചവടം ചെയ്താൽ ജനങ്ങളെ സഹായിക്കുന്ന എന്ത് കാര്യവും പാർട്ടി ഓഫീസിൽ നിന്ന് ചെയ്യാം. മര്യാദയ്ക്ക് എല്ലാവരും പാക്കറ്റ് കൊണ്ടുപോയി വിൽക്കുന്നു. മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് ആഫീസിലെത്ത സ്ഥലമില്ല. ഗ്രാമാന്തരങ്ങളിൽ വെളിച്ചെണ്ണ എത്തി. അപ്പോൾ കുര്യനോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ബാൽ താക്കറെയൊക്കെ മതേതരത്വം കുര്യൻ തേങ്ങാക്കൊല്ലത്തിന് അങ്ങേര് ഡിറ്റർമിനേഷനുള്ള ഒരു മനുഷ്യനാണ് ബാൽ താക്കറെ. ഐ നോ ഹിം പേഴ്സണലി. ബാക്കി പുള്ളിയുടെ പൊളിറ്റിക്സ് എന്താ? നിങ്ങളുമൊക്കെ പൊളിറ്റിക്സ് അല്ലേ കളിക്കുന്നത്, പോയി പണി നോക്ക്. ബട്ട് ഹീ ഈസ് വൺ മാൻ ഹു വിൽ ടേക്ക് എ ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ഇറ്റ്. അയാൾ പറഞ്ഞാൽ ശിവസേനയിൽ കേൾക്കും. നിൻ്റെ പാർട്ടിയിൽ നീ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? പ്രസിഡന്റ് പറഞ്ഞാൽ സെക്രട്ടറി കേൾക്കില്ല, കമ്മിറ്റി വിളിക്കുന്നു, അവസാനം കാര്യം നടക്കില്ല. അതുകൊണ്ട് ഞാൻ ബാൽ താക്കറയെ വിളിച്ചു, ഈ കാര്യം നടത്തി. ദിസ് വാസ് അമുൽ കുര്യൻ ആൻഡ് ബാൽ താക്കറെ. ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം RSSനെ വിലയിരുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഇപ്പോൾ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് എന്ന RSSകാരൻ. ദാറ്റ് ഇസ് അദ്ദേഹം വീണ്ടും മാതൃസംഘടനയിലേക്ക് മടങ്ങി വരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. മാതൃസംഘടനയിൽ വന്നാൽ വന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും ചുമതല കൊടുക്കും, ചിലപ്പോൾ ഒരു ചുമതലയും കൊടുക്കില്ല. അവിടെ വിളമ്പാനോ ഇതിനൊക്കെയുള്ള ചുമതലയായിരിക്കും കൊടുക്കുന്നത്. അതൊക്കെ നേരെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുക, അതിഥികളെ സ്വീകരിക്കുക, ഇതൊക്കെ ചെയ്യാൻ അദ്ദേഹം തയ്യാറാണെങ്കിൽ അതുകൊണ്ടാണല്ലോ തുറന്നു പറയുന്നത്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, തിരിച്ചു പോവുകയാണെന്ന് പറയുന്നത്. ഏതായാലും അദ്ദേഹം തിരിച്ചു പോയി അദ്ദേഹത്തിൻ്റെ കർമ്മപഥത്തിൽ മുന്നേറട്ടെ. റൈറ്റ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.